വടകര നഗരം ജനങ്ങൾ ഉപേക്ഷിക്കുകയാണ്. കച്ചവടക്കാരെ മാത്രം പ്രശ്നമല്ലത്. വടകര വരുന്ന ഓരോ ആളുകളും ഈ ദുരിതം പേറിക്കൊണ്ടിരിക്കുകയാണ്. ആ ദുരിതം തൊട്ടറിഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കാം വടകര മർച്ചന്റ് അസോസിയേഷൻ ഇങ്ങനെയൊരു കൺവെൻഷൻ വിളിച്ചു ചേർത്തപ്പോൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ സദസ്സ് ഒരുപാട് ആളുകൾ ഇതിന്റെ മുമ്പിലേക്ക് ഇവിടെ കയറിയിരിക്കേണ്ട ആളുകളുടെ പുറത്തിരിക്കുന്നത് എല്ലാം വിവിധ സംഘടനയുടെ പ്രതിനിധികൾ, അവരെയാണ് ഞങ്ങൾ വിളിച്ചത്. വടകരയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉത്തരത്തിന് വേണ്ടി വിളിച്ചതാണ്. വടകരക്കാർക്ക് ഒരു ഉത്തരം വേണം. നമ്മുടെ ഈ സ്റ്റേജിലിരിക്കുന്ന 3 വ്യക്തികള്, ഷാഫി പറമ്പില്, നമുക്കറിയാം പാർലമെന്റില് പല തവണയായിട്ട് വടകരയുടെ ഈ ദയനീയാവസ്ഥ വിവരിക്കുന്ന കാഴ്ചകള് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ KK രമ MLA അധിക സമയം നോക്കിയാൽ ഈ റോഡിലായിരിക്കും ഉണ്ടാകുക. ഒന്നുകിൽ ചോറോടായിരിക്കും, അല്ലെ വടകരയായിരിക്കും. നിരന്തരം ഈ റോഡിലാണ് ഉണ്ടാകുക പ്രശ്നങ്ങളുമായി. ഒരു വ്യാപാരി പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വടകര മുനിസിപ്പാലിറ്റി ഓഫീസിൽ ഏത് വിഷയവുമായി പോയാലും ഞങ്ങൾ ഒടുവിലെത്തിച്ചേരുക ബിന്ദു മേഡവുമായി ഈ നാഷണൽ ഹൈവേ വിഷയവുമായിട്ടാണ്. ഒട്ടനവധി സമ്മർദ്ദകരമായിട്ടുള്ള തന്ത്രങ്ങൾ ഈ വാഗാട് അദാനി കമ്പനിയുമായി നടന്നു. ഒരു പുല്ല് വില കൽപ്പിക്കുന്നില്ല, പുല്ല് വില. ഈ വർക്കുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്കറിയാം, പാർക്കോ ഹോസ്പിറ്റലിന്റെ പാർക്കോ ജ്വല്ലറിയുടെ മുമ്പിൽ അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ പാഞ്ഞു പോകും വാഗാട്ടിന്റെ ആൾക്കാരെടുത്ത്. ഒന്ന് അവിടെ മണ്ണ് നീക്കിയിട്ട് വെള്ളം ഒഴിവാക്കിത്താം. അവർ ഇങ്ങോട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഒഴിവാക്കിത്തരാൻ അതിന് പൈസകളുമായി തന്നെ ആര് വാങ്ങിത്തരണം? MP സാർ കേൾക്കണം. MLA ഒരു ദിവസം എന്താ പറയാ വെച്ചാൽ ഞങ്ങൾ നീക്കിത്തരാം, നിങ്ങൾ പൈസ വാങ്ങിത്തരും. ആരോട് വാങ്ങിക്കൊടുക്കുക? അതാണ് ഈ കമ്പനിക്കാരോട് പൈസ വാങ്ങിക്കൊടുക്കേണ്ട പണിയാ വടകരക്കാർക്കുള്ളത്. അങ്ങനെ അദാനി എടുത്ത് വാങ്ങു പോകും. അപ്പൊ അവിടെ പ്രശ്നം ഉണ്ടാക്കും. അവസാനം പറയാ ഞാൻ പൈസ കൊടുക്കാന്ന് പറയും. നിരന്തരം ഇതാ പരിപാടി. കഴിഞ്ഞ മഴയത്ത് ദിനംപ്രതി 2 ഷോപ്പുകളിൽ വെള്ളം കയറിയിട്ട് 2 ജനറേറ്റർ അപ്പാട് പോയി, വലിയ ജനറേറ്ററുകൾ. നിരന്തരത്തിന്റെ പരിപാടി. എന്തുകൊണ്ടാണ് ഈ വടകര മാത്രം ഈ പ്രശ്നം എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ഞാൻ നേരെ സൂചിപ്പിച്ചു, വടകര കേരളത്തിന്റെ ഒരു അഭിമാന പദ്ധതിയായത്. ആ പദ്ധതിക്ക് തുരങ്കം വെക്കുന്ന രീതിയിൽ ഇപ്പം പറയുന്ന മണ്ണ് കിട്ടാനില്ല എന്നാണ്. മണ്ണ് കൊടുക്കേണ്ടി നമ്മളാ കൊടുക്കേണ്ടത്. ഞാൻ പറയുന്നത് 1-2 വർഷം മുമ്പ് നമ്മുടെ ഈ റീച്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുന്നുകൾ ഇടിച്ചു നിരത്തിയിട്ടുണ്ട്. ആ മണ്ണിൽ എവിടെയാ പോയത്? വടകരക്കാർക്കറിയാം ആ മണ്ണൊക്കെ എവിടെയാ പോയെന്നുള്ളത്. പുറത്ത് വിറ്റിട്ടുണ്ട്. ഇപ്പം പറയുന്ന മണ്ണില്ലാന്ന്. അതുകൊണ്ട് തന്നെ ഈ ദുരിതത്തിന് ഒരു ഉത്തരം തേടുകയാണ് ഈ ഒരു കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഇങ്ങനെ കുറേ തവണ പറയാൻ ശ്രമിക്കുന്നില്ല, പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് പറയാൻ ശ്രമിക്കും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ബോർഡ് വെച്ചിട്ട് ഞാൻ മിനിസ്റ്ററോട് അവസാനം കണ്ടപ്പോൾ പറഞ്ഞതാണ്, ഒരു MP ബോർഡ് വെച്ചിട്ട് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലൂടെ സഞ്ചരിക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം ഈ 2 കമ്പനികൾ മൂലം ഇല്ലാതായി എന്നുള്ളത് അവരുടെ പ്രതിനിധിയുടെ മുമ്പിൽ തന്നെ പറയേണ്ട ഒരു അവസ്ഥ. ഞാൻ ഇതിൻ്റെ ഫോട്ടോ, വീഡിയോ, ചിത്രം അടക്കം ഇവിടെയുള്ള എല്ലാ കുഴിയുടെയും എല്ലാ ബ്ലോക്കിൻ്റെയും വാർത്തയുടെയും മലയാളത്തിൽ വന്ന പരമ്പരയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്നതിൻ്റെ അതേപടിയുള്ള കോപ്പികളും മലയാളം ചാനലുകളിൽ വന്ന വാർത്തയുടെ ബൈറ്റും അതിൻ്റെ അടിയിൽ സബ് ടൈറ്റിലും വെച്ച് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഈ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. മൊബൈലിൽ ആദ്യം കാണിച്ചു കൊടുത്തു, പിന്നെ ഒരു iPad കാണിച്ചു കൊടുത്തു, പിന്നെ കുറച്ചും കൂടെ വലുതായി കാണട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു വലിയ സംവിധാനം ഉണ്ടായിട്ട് അതും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. 3ാമത്തെ തവണ കാണിച്ചു കൊടുത്തപ്പോഴാണ് വൈകുന്നേരം ഒരു മീറ്റിംഗ് കൂടെ വിളിക്കണം എന്ന് പറഞ്ഞു. ആ മീറ്റിങ്ങിലേക്കാണ് അദാനി കമ്പനിയുടെ പ്രതിനിധികളെ മിനിസ്റ്റർ നേരിട്ട് വിളിച്ചു വരുത്തിയത്. എന്നിട്ട് എന്നോട് പറഞ്ഞതുപോലെ എൻ്റെ മുമ്പിൽ കാണിച്ചതുപോലെ ഇവരുടെ മുമ്പിലും കാണിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ പറഞ്ഞതുപോലെ പറഞ്ഞു, കാണിച്ചതുപോലെ കാണിച്ചു. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് മിനിസ്റ്റർ പറഞ്ഞത്, ഇങ്ങനെ ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാക്കാനല്ല നിങ്ങളെ ഈ ജോലി ഏൽപ്പിച്ചത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ, അതിലേക്ക് വരാം. അതിൻ്റെ മുമ്പ് ഇപ്പോൾ ഇവിടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ഈ കാർ എടുത്തിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. കൊയിലാണ്ടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെടാൻ തീരുമാനിച്ച, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് പുറപ്പെടാൻ തീരുമാനിച്ചു, ഇവിടുന്ന് വടകരന്ന് കൊയിലാണ്ടിയിലേക്ക് പോകാൻ തീരുമാനിച്ച ഞാൻ പരമാവധി വേഗത്തിൽ ഓടി എല്ലായിടത്തും പോകാൻ കാണിച്ചു പരിപാടികൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്.
പക്ഷെ ഇപ്പം പരിപാടി കേൾക്കാൻ പേടിയാണ്. ഒന്നേറ്റ് രണ്ടാമത്തതിന് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്താന്നെങ്ങാനും പറഞ്ഞാൽ ഈ ഹൈവേ കൂടെയാണ് സഞ്ചരിക്കുകയാണെങ്കിൽ എപ്പോഴാണ് എത്തുക, എന്നാ എത്തുക എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആളുകളുള്ളത്. ഞാൻ ഒരു ദിവസം ബോർഡ് വെച്ചിട്ട് തന്നെ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ വണ്ടി എന്നോട് കൈ കാണിക്കാൻ, ആദ്യം സ്നേഹത്തിൻ്റെ കൈ കാണിക്കലാ വിചാരിച്ചു, പിന്നെ ഗ്ലാസ് താത്തെന്ന് പറഞ്ഞു. ഗ്ലാസ് താത്തിന്ന് കൈ കാണിച്ചപ്പോൾ അവരുടെ വണ്ടി കുഴിയിൽ പെടുന്നതിൻ്റെയും മറ്റും സാധനങ്ങൾ അവർ ഫോണിൽ കാണിച്ചു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ലോറി ഒരു കുഴിയിൽ പെട്ടിട്ട് മണിക്കൂറുകൾ അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഇവിടുന്ന് ഒരു ദിവസം രാത്രി തിരിച്ച് പോകുമ്പോൾ പെട്ടെന്ന് നിർമ്മാണ കമ്പനി വന്നിട്ട് റോഡിൻ്റെ സൈഡിൽ സർവീസ് റോഡിൽ കൊണ്ട് മണലങ്ങ് കൊട്ടുക. അവർ മണൽ കൊട്ടിയിട്ട് അവർ മണ്ണ് കൊട്ടിയിട്ട് അവരങ്ങ് പോയി. എന്നിട്ടത് റോഡിൽ ബ്ലോക്കായിട്ട് നിൽക്കുക, വണ്ടികൾ മുഴുവൻ നിൽക്കുക, അവിടെ ഒരാളില്ല. എന്നിട്ട് ഞാൻ എവിടെയാണ് ബ്ലോക്കായെന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തെ ആൾക്കാരെ വിളിച്ച് ഫോണിൽ വിളിച്ച് അവർ മുമ്പിൽ വന്ന് നോക്കുമ്പോൾ നിർമ്മാണത്തിൻ്റെ മണ്ണ് റോഡിൻ്റെ സർവീസ് റോഡിൽ കൊട്ടിയിട്ട് അവർ പോയിരിക്കുക പയ്യോളിയിൽ. അവിടെ ആരുമില്ല. ഈ ഇപ്പുറത്തേക്കുള്ള വണ്ടികൾ മുഴുവൻ ബ്ലോക്കായിട്ട് നിൽക്കുക. ചെറുവണ്ടികൾക്ക് കടന്നു പോകുക, ഒരു വലിയ വണ്ടി ബ്ലോക്കായപ്പോൾ അപ്പുറത്തേക്കുള്ള വണ്ടികൾ മുഴുവൻ. തികഞ്ഞ നിരുത്തരവാദിത്തത്തോടെയാണ് അവർ പെരുമാറുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നിങ്ങൾ പങ്കുവെക്കുന്ന ആശങ്കകൾ അത് പറയാൻ വേണ്ടി നിങ്ങളുടെ വന്നു ചേർന്നതും വിളിച്ചു കൊടുത്തും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് വന്നിരിക്കുന്നതിനകത്ത് ഒരു വരി ഇതിനകത്ത് നിന്ന് കളയാനുണ്ടാവില്ല, എന്തെങ്കിലും അധികം പറയാനേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിന് സംശയം വേണം. ഇപ്പം ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇതാണോ എന്ന് ചോദിച്ചാൽ ഈ പ്രശ്നങ്ങൾ കുറച്ചും കൂടെ ഒച്ചത്തിൽ പറയാന്നുള്ളതല്ല ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്നല്ല. ഞാൻ പാർലമെന്റിനകത്ത് നിങ്ങൾക്ക് അറിയാം, അവിടെ എന്ത് സാധനം കിട്ടില്ല, നറുക്കെടുപ്പിൽ കിട്ടിയിട്ട് വേണം. നറുക്കെടുപ്പിൽ കിട്ടുന്ന അവസരങ്ങളിൽ 3 തവണ ഹൈവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള പരിശ്രമം അവിടെ നടത്തി. ഞാൻ 17 തവണ ഇതിൻ്റെ മിനിസ്റ്ററെ ഞാൻ നേരിട്ട് പോയി കണ്ടു. 4 തവണ ഇതിൻ്റെ യോഗങ്ങൾ മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ നടത്തി. 2 തവണ കമ്പനി പ്രതിനിധികളെ നേരിട്ട് വിളിച്ചു വരും. നാഷണൽ ഹൈവേയുടെ ഉത്തരവാദിത്തമുള്ള കേരളത്തിൻ്റെ നിർമ്മാണ ചുമതല ഉത്തരവാദിത്തമുള്ള മെമ്പറെ എൻ്റെ മുമ്പിൽ തന്നെ വിളിച്ചു വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിസ്റ്റർ നേരിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കണ്ടു. ഏറ്റവും അവസാനത്തെ മീറ്റിങ്ങിലാണ് മിനിസ്റ്റർ പാർലമെന്റിനകത്തെ മീറ്റിംഗ് മാറ്റിയിട്ട് നേരെ മന്ത്രിയുടെ ഭവനത്തിലേക്ക് വൈകുന്നേരം മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ട് അവിടെ കടന്നു ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന വിഷ്വൽസ് മുഴുവൻ അവിടെ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞത്, ചെയ്ത പണി വെച്ച് നോക്കിയാൽ ഇപ്പൊ ചെയ്യേണ്ടത് നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. നിങ്ങൾ എത്തിക്സ് കാണിക്കാൻ തയ്യാറാവണം. നിങ്ങൾ കോൺട്രാക്ട് എടുത്തിട്ട് കൊടുത്ത സബ് കോൺട്രാക്ടിന്റെ പേരിൽ ആ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളുടെ ഭാഗത്ത് ഇത്രയും വലിയ പ്രയാസം നടക്കുമ്പോൾ ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞു, ഞാനൊരു ചെറിയ സ്ഥലത്ത് MLA ആയിരുന്ന ഒരാളാണ്. ആ MLA ആയിരുന്ന സ്ഥലത്ത് നിന്ന് ഇത്രയും വലിയ നാഷണൽ ഹൈവേ ഉള്ള സ്ഥലത്തേക്ക് വന്നപ്പോൾ ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ മറുപടി ഇല്ലാത്ത തരത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ പറഞ്ഞത്, ഇഫ് യു ഇൻസിസ്റ്റ് വി ആർ ഗോയിങ് ടു ടെർമിനേറ്റ് ദം എന്നുള്ളതാണ്. ഇതിപ്പോ ജനകീയമായും എല്ലാം കൂടെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇപ്പൊ മിനിസ്റ്റർ അത് പറയുന്നതിന്റെ കാരണം മിനിസ്റ്റർ അവരെ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇത്രയും വലിയ കോടി രൂപക്ക് ഒരു കരാർ എടുത്തിട്ട് അതിൻ്റെ ഒരു ഉപകരാർ കൊടുക്കുമ്പോൾ ആ പറഞ്ഞ സമയബന്ധിതമായി കാര്യങ്ങൾ നടക്കുന്നോ ഇല്ലയോ എന്ന് അത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കില്ലേ? നിങ്ങൾ ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, ആ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിയെ കൊണ്ട് ഞങ്ങളും ബുദ്ധിമുട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളും ആദ്യം, സത്യം പറഞ്ഞാൽ നമ്മളും ആദ്യം വിചാരിച്ചിരുന്നത് നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിയുടെ മാത്രം കുഴപ്പമായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ മിനിസ്റ്റർ ഒരു ഉദാഹരണം ആ മീറ്റിങ്ങിൽ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, ഇതേ അദാനി കമ്പനിക്ക് UP ഒരു വർക്ക് കൊടുത്തെടുത്ത് അവിടെ വേറൊരു കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട് ആ വർക്കും ദയനീയ പരാജയമായി നിൽക്കുന്നുവെന്ന് മിനിസ്റ്റർ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇപ്പൊ മിനിസ്റ്റർ പറഞ്ഞത്, നിർമ്മാണം നടത്തുന്ന കമ്പനിയുടെ മാത്രം കുഴപ്പമാണെങ്കിൽ അവിടെയുള്ള കമ്പനി നേരത്തെ ഏറ്റവും നന്നായി വർക്ക് ചെയ്തതിന്റെ പേരിൽ പലതരത്തിലുള്ള അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള കമ്പനിയാണ്. ആ കമ്പനി ഇപ്പൊ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പെടാൻ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അദാനി കമ്പനിക്ക് എവിടെ വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ അവിടെ വടകരയിൽ മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിലും ഈ പ്രയാസം ഉണ്ടാവുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ടെർമിനേഷൻ അല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളത് MP എന്നുള്ള നിലയിൽ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു നാട് നേരിടുന്ന ഏറ്റവും വലിയ ദുരിതം വികസനം എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും വളരെ ആവേശത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആ നാടിൻ്റെ വികസനത്തിന് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് റോഡ് വികസനം എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും സുഗമമായ ഗതാഗത സംവിധാനം ഒരുക്കുക എന്നത് അത് തുടങ്ങിയ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം 1 വർഷം കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കും എന്ന ഉറപ്പാണ് നമുക്ക് അധികാരികൾ തന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അത് പൂർത്തിയായി. വളരെ സന്തോഷത്തിൽ വളരെ നന്നായിട്ട് നമുക്ക് ആ യാത്രാ സൗകര്യം ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷേ ദൗർഭാഗ്യകരമായി ഇന്നും
ഏറ്റവും വലിയ ദുരിതം. ഇങ്ങനെ ഒരു ദുരിതത്തിൽ ഒരു ജനത അകപ്പെടുമോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. റോഡിൽ കൂടി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. വെള്ളത്തിൽ തോണിയിൽ പോകുന്നത് പോലെയാണ് നമ്മൾ റോഡിൽ കൂടെ വാഹനത്തിൽ പോകുന്നത്. കുഴിയിൽ നിന്നും കുഴിയിലേക്ക് വീണ് പിന്നെയും കുറച്ച് പോകും, വീണ്ടും കുഴി. ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരും അനുഭവിക്കുന്ന ദുരിതം എന്ന് പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അത് നമ്മളിവിടെ ഇങ്ങനെ ഒരു കൺവെൻഷൻ വിളിച്ച് ഞങ്ങളൊക്കെ ജനപ്രതികൾ MLA ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടത്, അല്ലെ MP തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിനാണോ? നിങ്ങൾ ഞങ്ങളോടല്ലേ പറയേണ്ടത്, ഞങ്ങളല്ലേ പരിഹാരം കാണേണ്ടത് എന്നൊരു ചോദ്യമുണ്ടാകും. തീർച്ചയായിട്ടും ഈ വിഷയങ്ങളൊക്കെ എത്തേണ്ട അധികാരികൾ അതാത് സമയത്ത് തന്നെ എത്തിക്കാനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിയമസഭയിൽ കിട്ടുന്ന സമയങ്ങളിലെല്ലാം നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട വടകരയിൽ അനുഭവിക്കുന്ന വിഷയങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഒക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മാത്രമായിരിക്കും. നമ്മുടെ വടകരയിലെ റോഡ് ജില്ലാ കളക്ടർ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ ഓരോ മാസവും പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഈ NH-മായി ബന്ധപ്പെട്ട വിഷയമാണ്. കേന്ദ്ര അധികാരികൾക്ക് കത്തയക്കാം, NH അധികാരികൾക്ക് കത്തയക്കാം. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതാത് സമയത്ത് അവരെ അറിയിക്കാനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഫലപ്രദമായ ഒരു ഇത് കാണുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്നും നമുക്ക് ആത്തരുത്. കുറേയേറെ വിഷയങ്ങൾക്ക് അതാത് സമയം ഇടപെടുമ്പോൾ പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ശാശ്വതമായൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇപ്പം സോയിൽ നെയിലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. മുക്കാളിയിലും മടപ്പള്ളിയിലും പാലയാട് നടയും ഒക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് മണ്ണിടിഞ്ഞു വീണ സമയത്ത് വലിയ ദുരിതം. ആ വിഷയം അതാത് അതിൻ്റെതായ ഗൗരവത്തിൽ നമ്മൾ അറിയിച്ചു. ഇത് പരാജയമാണ്, ഇത് ഇവിടുത്തെ മണ്ണിന് യോജിച്ചതല്ല, നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പോകുന്നതല്ല എന്നതൊക്കെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അറിയിച്ചപ്പോൾ അവര് പരിഹസിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്കൽ അറിയില്ല. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഞങ്ങളോട് കളക്ടർ ഇരുന്ന മീറ്റിംഗ്, ഞങ്ങളെല്ലാവരും ഇരുന്ന മീറ്റിംഗിലാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്കൽ വശം അറിയാത്തത് കൊണ്ടാണ് ഇത് നല്ലതാണ് എന്ന് നമ്മളോട് പറയുകയാണ്. എന്നിട്ട് അത് പരാജയമാണ് എന്ന് കണ്ടിട്ടത് നിർത്തുന്നുണ്ടോ? അത് നിർത്താതെ വീണ്ടും കഴിഞ്ഞ ദിവസം നമുക്കറിയാം പഴങ്കാവിൽ തുടങ്ങിയത് 18 ഇഞ്ച് നീളമുള്ള കമ്പി അടിച്ച് കയറ്റുവാണ്. എന്നിട്ട് ഈ മിശ്രിതം അടിച്ച് കയറ്റിയിട്ട് അവിടെ വീടുകളിലേക്ക് കിണറുകളിലൊക്കെ പ്രശ്നമുണ്ടാകുമ്പോൾ അവസാനം അവിടെ പോയി ഞങ്ങളുടെ നെഞ്ചത്ത് കൂടി ഇനി അത് അടുത്തത് കമ്പി കയറ്റാൻ കഴിയൂ എന്ന് പറഞ്ഞ് അവിടെ പോയി നിൽക്കേണ്ട അവസ്ഥയുണ്ടായി. അതിനുശേഷം അത് താൽക്കാലികമായി നിർത്തിവെച്ചു. കഴിഞ്ഞ ദിവസം അതിൻ്റെ പരാതി മന്ത്രിയെ അറിയിച്ചപ്പോൾ അവിടുന്ന് ഓഫീസിൽ നിന്ന് കിട്ടിയ അറിയിപ്പ് കിട്ടി, ഇനി സോയിൽ നെയിലിംഗ് നടത്താൻ എന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് 24/7 നമുക്ക് ലഭിച്ച ഒരു കത്തിൽ NH അധികാരികൾ പറഞ്ഞൊരു കത്താണ് നമുക്ക് അവസാനം തന്നത്. അപ്പൊ അതുവരെ ഇതൊക്കെ പരാജയമാണ് നമ്മൾ അറിയിച്ചിട്ടും വീണ്ടും ഇത് നടത്തിക്കൊണ്ടു പോവുകയാണ്. ആരാണ് ഇതിന്റെ ഉത്തരവാദി? എന്തിനാണ് ഈ നാട്ടിൽ ഈ ജനങ്ങളെ ഇങ്ങനെ മുള്ളിന്മേൽ നിർത്തിക്കൊണ്ട് ഈ ഒരു പരിഹാര നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്? പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത ആളുകൾ. നമുക്കറിയാം സർവീസ് റോഡ് എന്ന് പറഞ്ഞിട്ട് വളരെ വീതി കുറഞ്ഞ സർവീസ് റോഡ്. നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് തന്നെ നാഷണൽ ഹൈവേയുടെ പണി കഴിഞ്ഞാൽ അറിയാം കുറേ വലിയ ആളുകൾക്ക്, ഞാൻ എപ്പോഴും പറയാം, മുതലാളിമാർക്ക് സഞ്ചരിക്കാനുള്ള പാത മാത്രമാണ് അത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അവിടെ 2 വീലർക്ക് പ്രവേശനമില്ല, അതിന് ഓട്ടോറിക്ഷകൾക്ക് പ്രവേശനമില്ല. അതൊന്നുമില്ലാത്ത ഒരു പാതയാണ് നമുക്ക് കഴിഞ്ഞാലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതൊക്കെ സർവീസ് റോഡിൽ കൂടി പോകുന്നു. സർവീസ് റോഡിനാണെങ്കിൽ 7 മീറ്റർ വീതി ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് പലയിടത്തും 3 മീറ്റർ പോലും ഇല്ലാത്ത സർവീസ് റോഡ്. ചോറോടൊക്കെ പോയി കഴിഞ്ഞാൽ 3 മീറ്റർ പോലും സർവീസ് റോഡിന് വീതിയില്ല. സ്ഥലം അതിനനുസരിച്ച് ഏറ്റെടുത്തു എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും വിധിയില്ലാത്ത സ്ഥലങ്ങൾ. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. എല്ലാവരോടും കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിന് പരിഹാരം വേണം, ഞങ്ങൾക്ക് പറയാൻ വയ്യ. ഇതിന് പരിഹാരമാണ് ആവശ്യം. ഈ മഴ നിന്ന് കഴിഞ്ഞാൽ പൊടിയായിട്ട് റോട്ടിൽ ഇറങ്ങാൻ സാധിക്കുന്നില്ല. എത്ര വർഷമായി? 2-3 വർഷമായി നമ്മൾ ഇത് അനുഭവിക്കുന്നു. ഇനി എപ്പോൾ തീരുമെന്ന് ഒരു നിശ്ചയവുമില്ല. വകാട് കമ്പനിക്കാർ പണി നിർത്തിപ്പോയി. അവർ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടിയിട്ടില്ല എന്ന് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നേരത്തെ MP സൂചിപ്പിച്ച മന്ത്രിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയപ്പോൾ ഇവരെ കൊണ്ട് സൂചിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അവർ പറയുന്നത് സെപ്റ്റംബറിന് ശേഷം പണി തുടങ്ങാമെന്നാണ് പറഞ്ഞത്. പലയിടത്തും ഡൈവേർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരാവശ്യവുമില്ലാതെ റോഡ് ഡൈവേർട്ട് ചെയ്ത് അവിടെ ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരാവശ്യവുമില്ലാതെ ഇതൊക്കെ മാസങ്ങളോളം ഇങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യം. ചോറോടൊക്കെ അണ്ടർപാസ് അതിന്റെ പണി ഏകദേശം പൂർത്തിയായി. ആ ഭാഗത്തേക്ക് പോകാനേ പറ്റുന്നില്ല. ഒരു പടിഞ്ഞാറ് ഭാഗത്തോട്ടുള്ള കണക്ഷനെ നിന്നുപോയ അവസ്ഥയാണ്. അവിടുത്തെ ചോറോടുള്ള കടകളൊക്കെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ.
അവസ്ഥ, ഒരാൾക്കും പോകാൻ സാധിക്കുന്നില്ല. വടകരയിൽ പീടികയിലേക്ക് ആളുകൾക്ക് വരാൻ പറ്റാത്ത അവസ്ഥ. ഇതുപോലെ ദുരിതപൂർണമായ ഒരു അവസ്ഥ നമ്മുടെ ജനതയ്ക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അനുഭവിക്കുകയാണ്, ഒരേപോലെ അനുഭവിക്കുകയാണ്. നമുക്കിനി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രതിഷേധം നമ്മളിങ്ങനെ എല്ലാവരും അറിയുന്ന കാര്യമാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് ഈ കമ്പനിയെ കരിപ്പട്ടികയിൽപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചത്. ഇത് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്. ഇത്രയും ദുരിതത്തിലാക്കിയ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആരാണ് വീഴ്ച വരുത്തിയെന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം. ഒരു ശാസ്ത്രീയമായ പഠനവും നടത്താതെ ഇതുപോലുള്ള വികസനത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകണം. എന്തിനു വേണ്ടിയാണ് ജനങ്ങളെ ഈ തരത്തിൽ കൊണ്ടിട്ടത് എന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിനി മറ്റൊരു പ്രസംഗത്തിലെ സംസാരത്തിലേക്കല്ല, നേരത്തെ സൂചിപ്പിച്ചത് ഒരു ജനകീയമായ പ്രക്ഷോഭത്തിന് തന്നെ നമുക്ക് നേതൃത്വം കൊടുക്കണം. തീർച്ചയായിട്ടും ആ പ്രക്ഷോഭത്തിന്റെ മുൻപിൽ MLA എന്ന നിലയ്ക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ സമരവുമായിട്ട് ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ ഒന്നിച്ചിരുന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുക്കണം നമുക്ക്. ഇനി അതാണ് ആവശ്യം. തീർച്ചയായിട്ടും ഇനിയും അധികം കഴിയും. ഈ ഒരു സർവീസ് റോഡ് അവർക്കൊന്ന് സുഗമമായി കൊണ്ടുപോയി പണി തുടങ്ങുന്നതിന് ഒരു പ്രയാസവുമില്ല. സർവീസ് റോഡ് ടാർ ചെയ്ത് അതിനെ നല്ല രീതിയിലാക്കി കഴിഞ്ഞിട്ട് മറ്റു വർക്ക് തുടങ്ങിയാൽ മതി. അത് തുടങ്ങാതെയാണ് ഇത് ചെയ്തത്. അണ്ടർപാസിന്റെ കാര്യം പറയുന്നു. അണ്ടർപാസ് നമുക്ക് അനുവദിച്ച് കിട്ടിയെന്ന് പറഞ്ഞ് പലയിടത്തും ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. അതിന്റെ കാര്യമാണെങ്കിൽ അതും തുടങ്ങിയിട്ടില്ല. തുടങ്ങാതെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഒക്കെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാം. ഇപ്പം വടകരയിൽ എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ജനകീയ കൺവെൻഷനുകൾ തീരുമാനിച്ചിരിക്കുകയാണ്. മുക്കാളിയായാലും ചോറോടായാലും എല്ലായിടത്തും ജനങ്ങൾ ഒന്നിച്ച് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി അതുമാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും കളക്ടറുടെ മുന്നിലോ RDOയുടെ മുന്നിലോ എവിടെയാണോ നമുക്ക് സമരം ചെയ്യേണ്ടത് ആ തരത്തിൽ തന്നെ സമരവുമായിട്ട് മുന്നോട്ട് പോയി ഈ പ്രശ്നത്തിനുള്ള ശാശ്വതമായ പരിഹാരമാണ്. ഇനിയും നമുക്കിത് സഹിക്കാൻ കഴിയില്ല എന്നത് തന്നെ, സഹിക്കുന്നതിലേക്ക് അപ്പുറത്തേക്ക് എത്തിയിട്ടാണ് ജനങ്ങൾ ഇത്തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വന്നതെന്നാണ്. ആ പ്രതിഷേധത്തോടൊപ്പം നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ജനപ്രതിനിധി നിലയ്ക്ക് ചെയ്യാവുന്നത് മുഴുവൻ ചെയ്യുന്നത്, ചെയ്യാതെ അല്ല ഇവിടെ ഇരിക്കുന്നത്. പറയേണ്ടിടത്തൊക്കെ പറയുകയും ചെയ്യാവുന്ന പരമാവധി ഈ വിഷയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനിയും ഇടപെടും. എന്ത് വേണമെങ്കിലും അത് ചെയ്യാനും ജനങ്ങളുടെ കൂടെ നിൽക്കാനും തയ്യാറാണ് എന്ന് നമുക്ക് 2025 ഡിസംബർ മാസത്തോടുകൂടെ തന്നെ പൂർത്തീകരിക്കുന്ന ലക്ഷ്യം വെച്ച് നീങ്ങിയൊരു പദ്ധതി. പക്ഷേ എല്ലാ ഭാഗങ്ങളിലും ഏറ്റെടുത്ത റീച്ചുകളൊക്കെ തന്നെ ഏറെക്കുറെ പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും നമ്മുടെ വടകര ഭാഗം മാത്രം കരാർ കമ്പനിയുടെ അനാസ്ഥ കാരണം നമ്മളെല്ലാം തന്നെ ഇന്ന് ദുരിതപൂർണമായ, അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാനും വാഹനത്തിൽ പോകാനും പറ്റാത്ത വല്ലാത്തൊരു പ്രയാസത്തിലകപ്പെട്ടത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എനിക്ക് മുൻപേ സംസാരിച്ച ആളുകൾ ചൂണ്ടിക്കാണിച്ച് അതേ രീതിയിൽ തന്നെ നമ്മൾ എത്തിക്കേണ്ട ഇടങ്ങളിലെല്ലാം എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കരാർ കമ്പനിയെ വിളിച്ചു ചേർക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ തന്നെ പലവിധ കാരണങ്ങളും സാങ്കേതിക കാരണങ്ങളും പറയും. പക്ഷേ ഓരോ ഡേറ്റും മാറി മാറി നമ്മളെ മുമ്പിലേക്ക് പറയും. ഇന്ന സമയമാകുമ്പോഴേക്കും നമ്മളിത് പൂർത്തീകരിക്കുമെന്നുള്ള രീതിയിലേക്ക്. ഇപ്പം നമ്മൾ വടകര നഗരസഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഭരണസമിതി മുമ്പാകെ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കാനുള്ള തീരുമാനമെടുത്ത് മുമ്പോട്ടേക്ക് വന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് കൂടെ വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്നുള്ള രീതിയിലേക്കുള്ള നമ്മളെല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നം വലിയ പ്രയാസം തന്നെയാണ്. കാരണം വടകര പട്ടണത്തിലേക്കും വടകരയുടെ ഏത് ഭാഗങ്ങളിലേക്കും ആളുകൾക്ക് സുഗമമായ രീതിയിലേക്ക് യാത്രാ സൗകര്യങ്ങൾ നിഷേധിച്ച ഈ ഒരു അദാനി കമ്പനിക്ക്, അദാനി സബ് കോൺട്രാക്ടർ വകാർഡിന് കൊടുത്തതാണെങ്കിലും അദാനിയും വകാർഡും നമുക്ക് മറുപടി തരേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലേക്കുള്ള മറുപടി പറയാനും ഈ ഒരു വർക്ക് നമുക്ക് പൂർത്തീകരിച്ച് തരാൻ ആവശ്യമായുള്ള ഇടപെടൽ നടത്താൻ വേണ്ട വിധത്തിലേക്ക് കാര്യങ്ങൾ നമ്മൾ എത്തിക്കാൻ പറ്റാവുന്ന ഇടങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ട് എന്ത് തന്നെയായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന മീറ്റിങ്ങുകളിലേക്കും നമുക്കത് കിട്ടിയ നിർദ്ദേശവും നമുക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഈ കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇവർ പല കാരണങ്ങളും നമ്മളെ മുമ്പിലേക്ക് നിർത്തുന്നുണ്ട്. ആ കാരണങ്ങളൊന്നും തന്നെ നമുക്ക് മറുപടിയായി കിട്ടേണ്ടതെല്ലാം